നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് MVDയെ പോലും വില കൽപ്പിക്കാതെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആകാശ് തില്ലങ്കേരിയും കൂട്ടരും വയനാട്ടിൽ നിയമലംഘനത്തിന്റെ രീതിയിൽ വാഹനം ഓടിക്കുന്നതും അതിന്റെ നടപടികളൊക്കെ ഉണ്ടാകുന്നതും. എന്നാൽ നിയമലംഘനം, MVD, ലൈസൻസ് ഇല്ലാത്ത ആകാശ് തില്ലങ്കേരി ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾക്കിടെ അന്വേഷണത്തിൽ പ്രധാനമായി വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ആകാശ് തില്ലങ്കേരിയും കൂട്ടരും എന്തിനാണ് വയനാട്ടിലെത്തിയത്? അവിടെ അവർക്ക് എന്തായിരുന്നു പരിപാടി? എന്തായാലും ഇപ്പോൾ പോലീസ് ഈ ഒരു ചോദ്യത്തിൽ സ്തംഭിച്ചു നിൽക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആകാശ് തില്ലങ്കേരിക്കെതിരെ അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ആകാശ് തില്ലങ്കേരിക്കെതിരെ അന്വേഷണം ആരംഭിക്കുന്നത്. രഹസ്യ അന്വേഷണമായിരിക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. വയനാട് ജില്ലയിലെ ആകാശ് തില്ലങ്കേരിയുടെ സാന്നിധ്യം വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കുറെ കാലമായി ആകാശും കൂട്ടാളികളും വയനാട്ടിൽ ഉണ്ടോ എന്ന കാര്യവും അന്വേഷണത്തിൽ വരും എന്നതാണ് റിപ്പോർട്ട്. വിനോദയാത്രയ്ക്കാണ് ആകാശ് വയനാട്ടിൽ എത്തിയതെന്നതാണ് പ്രാഥമിക നിഗമനം. എങ്കിൽ പോലും മറ്റ് ലക്ഷ്യങ്ങൾ ഇതിനു പിന്നിലുണ്ടോ എന്ന കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. പനമരം പോലീസിൽ നിന്നാണ് മുഴക്കുന്ന് പോലീസ് ഇക്കാര്യങ്ങൾ പ്രാഥമിക നിഗമനങ്ങൾ തേടിയിരിക്കുന്നത്. കൊടുവള്ളിയിലെ സ്വർണ്ണക്കടത്ത് സംഘവുമായി ആകാശ് തില്ലങ്കേരിക്ക് ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇത്. ആകാശിന്റെയും കൂട്ടാളികളുടെയും സാന്നിധ്യം സ്വർണ്ണ പൊട്ടിക്കലുമായി ബന്ധമുള്ളതാണോ എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എടയന്നൂർ ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതി കൂടിയായിട്ടുള്ള ആകാശ് തില്ലങ്കേരി ഓടിച്ച തുറന്ന ജീപ്പിൽ ഒട്ടേറെ ക്രമക്കേടുകളുണ്ട് എന്ന് മോട്ടോർ വാഹന വകുപ്പും കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത്. ആകാശ് തില്ലങ്കേരി ഓടിച്ച ജീപ്പ് അടിമുടി വ്യാജമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആകാശ് തില്ലങ്കേരി സഞ്ചരിച്ച തുറന്ന ജീപ്പ് പൂർണ്ണമായും അസംബിൾ ചെയ്തതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് വണ്ടിയുടെ രജിസ്ട്രേഷൻ സ്ഥിരമായി റദ്ദാക്കാൻ മലപ്പുറം RTOയ്ക്ക് നിർദ്ദേശം നൽകിയതടക്കമുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ആകാശ് തില്ലങ്കേരിയുടെ വയനാട്ടിലേക്കുള്ള യാത്ര എന്തിനായിരുന്നു എന്നതുകൂടെ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങുന്നത്. എന്തായാലും ഇങ്ങനെ അന്വേഷണം തുടരുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മനു തോമസ് എന്ന ഒരു പ്രവർത്തകൻ പാർട്ടി വിട്ട് പുറത്തു പോകുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്ന കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. അതായത് മനു തോമസ് പറഞ്ഞിരുന്നു, സ്വർണ്ണക്കടത്തിന്റെയും ഗുണ്ടാ സംഘങ്ങളുടെയും ബന്ധമുള്ള പാർട്ടിയായിട്ടാണ് CPM ഇന്ന് പ്രവർത്തിക്കുന്നത് എന്നത്. അങ്ങനെയാണെങ്കിൽ ആകാശ് തില്ലങ്കേരി വയനാട്ടിലെത്തിയത് ഇത്തരത്തിൽ ഏതെങ്കിലും ബന്ധത്തിന്റെ ഭാഗമായിട്ടാണോ എന്നതും അത് പാർട്ടിയുമായി ബന്ധമുണ്ടോ എന്ന കാര്യങ്ങളും ഒക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ.